CPM-ന് നൽകിയ കത്ത് ചോർത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് തന്നെയെന്ന് ആവർത്തിച്ച് വ്യവസായി മുഹമ്മദ് ഷർഷാദ്. MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിലാണ് ഷർഷാദിന്റെ മറുപടി. MV ഗോവിന്ദനെ അപകീർത്തിപ്പെടുത്താൻ താൻ ശ്രമിച്ചിട്ടില്ലെന്നും സെക്രട്ടറിയുടെ മകനും രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും ഷർഷാദ് പറയുന്നു. VV അരുൺ ചേരുന്നു. അരുൺ, ഷർഷാദ് ആ നിലപാടിൽ ആവർത്തിക്കുകയാണ്, ആ നിലപാടിൽ തന്നെ ഉന്നയിച്ച് നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇത് നിയമ പോരാട്ടം ഇനി കോടതിയിലേക്ക് പോയി വലിയ പ്രശ്നമായി മാറുമല്ലോ. എന്താണ് ഷർഷാദിന്റെ മറുപടിയിൽ പറയുന്നത്? ഷർഷാദ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയോ പാർട്ടിയോ അപമാനിച്ചിട്ടോ ആക്ഷേപിച്ചിട്ടോ ഇല്ല. താൻ വളരെ ചെറുപ്പം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നയാളാണ്. പക്ഷേ തൻ്റെ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അത് പാർട്ടി സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണമോ പാർട്ടിക്കെതിരെയുള്ള ആരോപണമല്ല. പാർട്ടി സെക്രട്ടറിയുടെ മകൻ ശ്യാംജിത്താണ് പാർട്ടിക്ക് താൻ നൽകിയ കത്ത് ചോർത്തിയതെന്ന വിശ്വാസം തനിക്കുണ്ട്. അതാണ് പറഞ്ഞത്. ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ ഷർഷാദ് പറയുന്നു. മറ്റ് ഈ നോട്ടീസുള്ള കാര്യങ്ങളൊക്കെ വസ്തുതാവിരുദ്ധമാണ്. താൻ അത്തരത്തിൽ തെളിവില്ലാത്ത കാര്യങ്ങളല്ല പറഞ്ഞതെല്ലാം തെളിവുള്ള കാര്യങ്ങളാണ്. ആ ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള മറുപടിയാണ് MV ഗോവിന്ദൻ്റെ വക്കീൽ നോട്ടീസിന് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാനനഷ്ടത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസിന് ഷർഷാദ് നൽകിയ മറുപടി. ഒരു കാരണവശാലും ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഷർഷാദ് പറയുന്നു. നോട്ടീസിൽ പറയുന്ന പല കാര്യങ്ങളും പക്ഷേ ശരിയല്ല. അത് താൻ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയോ പറഞ്ഞതല്ല. ആ ആരോപണങ്ങൾ പൂർണ്ണമായും താൻ നൽകിയ കത്ത്, പാർട്ടിക്ക് നൽകിയ കത്ത് ചോർത്തിയത് പാർട്ടി സെക്രട്ടറിയുടെ മകനാണ്, ശ്യാംജിത്താണ് എന്ന് താൻ വിശ്വസിക്കുന്നു. ആ കാര്യങ്ങളാണ് ഈ ആരോപണത്തിൻ്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്നതെന്ന് ഈ വക്കീൽ നോട്ടീസുള്ള മറുപടിയിൽ ഷർഷാദ് പറയുന്നു. ഞാൻ എവിടെയും പാർട്ടിയോ പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയുടെ മകനും രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതിൻ്റെ പേരിൽ കത്ത് ചോർച്ചയിൽ അദ്ദേഹത്തിൻ്റെ മകനെ സംശയമുണ്ട് എന്ന് മാത്രമാണ്. ഈ പറഞ്ഞത് ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നു. നോട്ടീസിന് വ്യക്തമായ മറുപടി നൽകാൻ എൻ്റെ ഡൽഹി ഹൈക്കോടതിയും ഹൈക്കോടതി അഭിഭാഷകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഷർഷാദ് പറയുന്നു, പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. ഇപ്പോൾ രാജേഷ് കൃഷ്ണയുടെ അവസ്ഥയും ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിടുമ്പോൾ അതിൽ പറയുന്നത്. ഏതായാലും വക്കീൽ നോട്ടീസിൽ പൂർണ്ണമായും ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടും എന്നാൽ ഈ കത്ത് ചോർത്തിയത് MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്ത് എന്ന ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുമാണ് മുഹമ്മദ് ഷർഷാദ് മറുപടി നൽകിയിരിക്കുന്നത്. മുഹമ്മദ് ഷർഷാദ് ആവർത്തിക്കുകയാണ്. ഒരേ സമയം താൻ പാർട്ടി വിരുദ്ധനല്ലെന്ന് നിലപാടെടുക്കുകയും അതേസമയം ഇക്കാര്യത്തിൽ MV ഗോവിന്ദൻ്റെ മകനെതിരെ നീങ്ങുകയും ചെയ്യുമ്പോൾ ഫലത്തിൽ അതിൽ CPM തന്നെയാണ് പ്രതിസന്ധിയിലാവുന്നത്. എന്തായാലും ഈ ആരോപണങ്ങൾക്കെതിരെയാണ് MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചത്. അതിൻ്റെ നിയമ നടപടികൾ എന്തായാലും മുന്നോട്ട് പോകുമെന്നുറപ്പാണ്.